ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടെക്നിക്കലാണ്. നമ്മൾ യൂട്യൂബിൽ നമുക്കൊരു പ്ലേലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ അക്കൗണ്ടിലോട്ട് വാച്ച് ലേറ്ററിലോട്ട് നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമുക്ക് ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇതുപോലെ വാട്സാപ്പിലോ മറ്റോ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് ആപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സേവ് ഓപ്ഷൻ നമുക്കവിടെ കാണാം. പക്ഷേ ആ സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ പ്ലേലിസ്റ്റിൻ്റെ ഒരു റെഫറൻസ് ആയിട്ടാണ് അത് സേവ് ആവുന്നത്. അല്ലാതെ നമുക്ക് നമ്മുടെ വാച്ച് ലേറ്ററിലോട്ട് സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാറില്ല. അപ്പോൾ നമുക്കതിന് ചെയ്യാനുള്ളത്, നമ്മൾ ഈ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യരുത്, ലോങ് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതായത് നമ്മൾ ക്രോമോ ഫയർഫോക്സ് പോലെയുള്ള ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ youtube.com ടൈപ്പ് ചെയ്തിട്ട് യൂട്യൂബിലോട്ട് പോവുക. യൂട്യൂബ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ പേര് കാണിക്കുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് അതിൻ്റെ അഡ്രസ് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ആയതിനു ശേഷം അതിൽ ബ്രൗസറിൻ്റെ മെനു ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ ഓപ്പൺ ആവുന്നത് അതുപോലെ ഓപ്പൺ ആവും. ഈ മോഡിൽ കാണുമ്പം ഫോണ്ടും കാര്യങ്ങളൊക്കെ ഇത്തിരി ചെറുതായിരിക്കും. പക്ഷേ ഈ ഒരു ഓപ്ഷനിൽ മാത്രമേ നമുക്ക് ഈ സേവ് ടു പ്ലേലിസ്റ്റ് ഓപ്ഷൻ കിട്ടത്തുള്ളൂ. ഈ പ്ലേലിസ്റ്റിൽ ഇപ്പം 2 വീഡിയോ ആണ് ഉള്ളത്. നമ്മളിപ്പോൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി 2 വീഡിയോ ഉള്ള പ്ലേലിസ്റ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്യുക. ഈ വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ വീഡിയോസിൻ്റെ മുകളിൽ 2 ഐക്കൺസ് ഉണ്ട്. അപ്പോൾ അതിൽ ഷഫിൾ റിപ്പീറ്റ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോസിൻ്റെ താഴെ, നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ 2 വീഡിയോസാണ്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള യൂട്യൂബിൻ്റെ റെക്കമെൻഡഡ് വീഡിയോസ് ഉണ്ട്. അതിൽ താഴെ കാണിക്കുന്ന ആ വീഡിയോസിൽ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മുടെ ഈ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ സൈഡിലുള്ള ഈ മെനു ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ആഡ് ടു ക്യൂ എന്നൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ അത് സെലക്ട് ചെയ്താൽ മതി. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുകളിലത്തെ 2 വീഡിയോ ഉള്ള പ്ലേലിസ്റ്റിലോട്ട് 3ാമത്തെ വീഡിയോ ആയിട്ട് ഈ വീഡിയോയും കൂടെ ആഡ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ആ വീഡിയോ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇപ്പോൾ ആഡ് ചെയ്ത വീഡിയോ നമ്മൾ മുകളിലത്തെ പ്ലേലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള മെനു ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ഫ്രം പ്ലേലിസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ പഴയ പോലെ 2 വീഡിയോ മാത്രമായി. പക്ഷേ ആ മുകളിൽ ആ വീഡിയോസിൻ്റെ മുകളിൽ നേരത്തെ ഷഫിൾ റിപ്പീറ്റ് എന്നുള്ള ഓപ്ഷന് പകരം ഇപ്പോൾ സേവ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാച്ച് ലേറ്ററിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിൽ തന്നെയുള്ള വേറെ പ്ലേലിസ്റ്റിലോട്ടോ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് സേവ് ആയി കഴിഞ്ഞാൽ താഴെ സേവ്ഡ് ടു വാച്ച് ലേറ്റർ എന്നുള്ള കൺഫർമേഷൻ മെസ്സേജും കാണിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.